സ്വർണ്ണവില തുടർച്ചയായി ഉയർന്നുവരുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ബജറ്റിൽ സ്വർണത്തിനുള്ള ഇറക്കുമതി നികുതി കുറയ്ക്കണമെന്നും GST നിരക്കുകളിൽ ഇളവ് നൽകണമെന്നും ആവശ്യപ്പെട്ട് സ്വർണ്ണ വ്യാപാരികൾ ശക്തമായ ആവശ്യം ഉയർത്തിയിരുന്നു. എന്നാൽ ഈ ആവശ്യങ്ങളിൽ ഒന്നും തന്നെ 2026-27 കേന്ദ്ര ബജറ്റിൽ പരിഗണിക്കപ്പെട്ടില്ല. പകരമായി സോവറിൻ ഗോൾഡ് ബോണ്ടുകളുമായി ബന്ധപ്പെട്ട നികുതി വ്യവസ്ഥകളിലാണ് സർക്കാർ മാറ്റങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പുതിയ ബജറ്റ് പ്രഖ്യാപന പ്രകാരം ഇനി മുതൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് നേരിട്ട് വ്യക്തിഗതമായി സബ്സ്ക്രൈബ് ചെയ്യുകയും അത് കാലാവധി പൂർത്തിയാകുന്നതുവരെ കൈവശം വെക്കുകയും ചെയ്യുന്ന നിക്ഷേപകർക്ക് മാത്രമായിരിക്കും SGB നിക്ഷേപങ്ങളിൽ നിന്നുള്ള മൂലധന നേട്ടങ്ങൾക്ക് നികുതി ഒഴിവ് ലഭിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന എല്ലാ സോവറിൻ ഗോൾഡ് ബോണ്ടുകൾക്കും ഈ പുതിയ നികുതി വ്യവസ്ഥകൾ ഒരേപോലെ ബാധകമാണെന്ന് ധനമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ആഭരണങ്ങൾ ഉൾപ്പെടെയുള്ള ഫിസിക്കൽ സ്വർണം, ഡിജിറ്റൽ ഗോൾഡ്, ഗോൾഡ് എക്സ്ചേഞ്ച് ട്രേഡ് ഫണ്ടുകൾ, ഗോൾഡ് മ്യൂച്വൽ ഫണ്ടുകൾ എന്നിവയുടെ നികുതി ഘടനയിൽ ബജറ്റിൽ മാറ്റങ്ങളൊന്നും നിർദ്ദേശിച്ചിട്ടില്ല. ഈ പശ്ചാത്തലത്തിലാണ് വിവിധ സ്വർണ്ണ നിക്ഷേപ മാർഗങ്ങളുടെ നിലവിലെ നികുതി നിയമങ്ങൾ വിശദമായി വിലയിരുത്തുന്നത്. ആഭരണങ്ങൾ, സ്വർണ്ണ ബാറുകൾ, നാണയങ്ങൾ എന്നിവയെല്ലാം ഫിസിക്കൽ ഗോൾഡിന്റെ പരിധിയിൽ പെടുന്നു. ഇവ വാങ്ങുമ്പോൾ സ്വർണ്ണ മൂല്യത്തിന് 3% GST ഈടാക്കും. അതോടൊപ്പം ആഭരണങ്ങൾക്ക് ബാധകമായ പണിക്കൂലിക്ക് 5% അധിക GSTയും നൽകേണ്ടി വരും. ഫിസിക്കൽ സ്വർണം 24 മാസം വരെ കൈവശം വെച്ച ശേഷം വിൽക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ലാഭത്തിന് വ്യക്തിയുടെ വരുമാന നികുതി സ്ലാബ് നിരക്കുകൾ പ്രകാരമാണ് ഹ്രസ്വകാല മൂലധന നേട്ട നികുതി ഈടാക്കുക. 24 മാസത്തിലധികം കൈവശം വെച്ചാൽ ദീർഘകാല മൂലധന നേട്ട നികുതി 12.5% നിരക്കിൽ ഈടാക്കും. ഇതിൽ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ അനുവദിക്കില്ല. സ്വർണ്ണവില ഉയരുന്നതിനൊപ്പം ഡിജിറ്റൽ ഗോൾഡ്, ഡിജിറ്റൽ സിൽവർ തുടങ്ങിയ നിക്ഷേപ മാർഗങ്ങൾ കൂടുതൽ ജനപ്രിയമായിട്ടുണ്ട്. ഡിജിറ്റൽ സ്വർണത്തിനും നികുതി നിയമങ്ങൾ ഫിസിക്കൽ സ്വർണത്തോട് സമാനമാണ്. എന്നാൽ ഭൗതിക രൂപമില്ലാത്തതിനാൽ ആഭരണങ്ങളിലേതുപോലെ പണിക്കൂലിക്ക് ബാധകമായ 5% GST ഇവിടെ ഈടാക്കുന്നില്ല. ഗോൾഡ്, സിൽവർ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ടുകൾ 12 മാസം വരെ കൈവശം വെച്ചാൽ അതിൽ നിന്നുള്ള ലാഭത്തിന് വ്യക്തിഗത നികുതി സ്ലാബ് നിരക്കുകൾ പ്രകാരമാണ് നികുതി ഈടാക്കുന്നത്. 12 മാസത്തിന് മുകളിൽ കൈവശം വെച്ചാൽ ദീർഘകാല മൂലധന നേട്ട നികുതി 12.5% നിരക്കിൽ ഈടാക്കും. ഇതിലും ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങൾ ലഭ്യമല്ല. ഗോൾഡ് അല്ലെങ്കിൽ സിൽവർ മ്യൂച്വൽ ഫണ്ടുകളുടെ കാര്യത്തിൽ 24 മാസം വരെ കൈവശം വെച്ചാൽ ലാഭം ഹ്രസ്വകാല മൂലധന നേട്ടമായി കണക്കാക്കി സ്ലാബ് നിരക്കിൽ നികുതി ചുമത്തും. 24 മാസത്തിലധികം കൈവശം വെച്ചാൽ ഇൻഡെക്സേഷൻ ഇല്ലാതെ 12.5% നിരക്കിലാണ് ദീർഘകാല മൂലധന നേട്ട നികുതി ബാധകമാകുന്നത്. സോവറിൻ ഗോൾഡ് ബോണ്ടുകളിൽ നിക്ഷേപിച്ച തുകയ്ക്ക് പ്രതിവർഷം ലഭിക്കുന്ന 2.5% പലിശയ്ക്ക് വ്യക്തിയുടെ വരുമാന നികുതി സ്ലാബ് നിരക്കുകൾ അനുസരിച്ച് നികുതി അടയ്ക്കേണ്ടതാണ്. SGB 12 മാസത്തിനുള്ളിൽ വിൽക്കുകയാണെങ്കിൽ ലഭിക്കുന്ന ലാഭത്തിന് സ്ലാബ് നിരക്കിൽ നികുതി ഈടാക്കും. 12 മാസത്തിന് ശേഷവും 8 വർഷത്തെ പൂർണ്ണ കാലാവധി പൂർത്തിയാക്കുന്നതിന് മുൻപും ബോണ്ട് വിൽക്കുകയാണെങ്കിൽ ഇൻഡെക്സേഷൻ ആനുകൂല്യങ്ങളില്ലാതെ 12.5% നികുതി നൽകണം. നിലവിൽ SGBകൾ കാലാവധി പൂർത്തിയാക്കുന്നതുവരെ കൈവശം വെച്ചാൽ ലഭിക്കുന്ന മൂലധന നേട്ടങ്ങൾക്ക് നികുതിയില്ല. സെക്കൻഡറി മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ SGBകൾക്കും ഇതേ ഇളവ് ബാധകമായിരുന്നു. എന്നാൽ പുതിയ ബജറ്റ് പ്രഖ്യാപനത്തോടെ ഈ നികുതി ഇളവ് ഇനി മുതൽ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കാലാവധി പൂർത്തിയാക്കുന്നതുവരെ കൈവശം വെക്കുന്ന യഥാർത്ഥ നിക്ഷേപകർക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണ്. ബന്ധുക്കളിൽ നിന്ന് സമ്മാനമായി ലഭിക്കുന്ന സ്വർണത്തിനും വെള്ളിക്കും ലഭിക്കുന്ന സമയത്ത് നികുതി ബാധകമല്ല. അതുപോലെ തന്നെ പാരമ്പര്യമായി കൈവരിക്കുന്ന സ്വർണത്തിനും നിലവിൽ നികുതി ഈടാക്കുന്നില്ല. എന്നാൽ പാരമ്പര്യമായി ലഭിച്ച സ്വർണമോ വെള്ളിയോ പിന്നീട് വിൽക്കുകയാണെങ്കിൽ മൂലധന നേട്ടം കണക്കാക്കുന്നത് യഥാർത്ഥ ഉടമ ആ ആസ്തി വാങ്ങിയ വിലയെ അടിസ്ഥാനമാക്കിയായിരിക്കും. കൂടാതെ നികുതി കണക്കാക്കുമ്പോൾ മുൻ ഉടമ ആ സ്വത്ത് എത്ര കാലം കൈവശം വെച്ചുവെന്ന കാലയളവ് കൂടി പരിഗണിക്കപ്പെടും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.